Alhamdulillahi Rabbil Alameen. Wa ashhadu an la ilaha illallah waliyyus salihin. Wa ashhadu anna Muhammadan Rasul Rabbil Alameen. Sallallahu alayhi wa sallam. Wa baraka alayhi wa ala alihi wa ashabihi ajma'in. Wa ala man tabi'ahum bi ihsanin ila yawmiddin. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله. عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم عليكم بالصدق فإن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وما يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا وإياكم والكذب فإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وما يزال الرجل يكذب ويتحرى الكذب حتى يكتب عند الله كذابا മുത്തഫഖുൻ അലൈഹി. വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതഅതു. സഹോദരന്മാരെ, അഭ്യൂഹങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നതിൽ നാവിനുള്ള പങ്ക്, അതിൻ്റെ അപകടം എത്രമാത്രമാണ് എന്നതാണ് ഇന്നത്തെ കുതുബയുടെ വിഷയം. ഒരു സംഭവ കഥയിലൂടെ നമുക്ക് തുടങ്ങാം. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന രണ്ട് ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, രണ്ടാളും വരുന്നതും പോകുന്നതുമൊക്കെ ഒപ്പരമാണ്. ഒരു ദിവസം ഒരു കൂട്ടുകാരൻ മറ്റൊരാളോട് പറഞ്ഞു, അതിനൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ആ ഒരൊറ്റ വാക്ക്. പക്ഷേ അയാൾ നിരാശപ്പെട്ട് അയാളുടെ ജോലി അവസാനിപ്പിച്ചു. വീട്ടിലിരുന്നു. അയാളുടെ കൂട്ടുകാരെ മുഖം കാണിക്കാൻ പോലും അയാൾ റെഡിയായില്ല. മൂകനായി ഇരുന്നു. ഈ പറഞ്ഞ കൂട്ടുകാര് മനസ്സിലായി, ഇത് വലിയ അബദ്ധമായി പോയി, ഇതൊരു തെറ്റായ വാർത്ത വെറുതെ പറഞ്ഞതാണ്. അയാൾ, ആ പറഞ്ഞ ആൾ, ആ ഗ്രാമത്തിലെ പൗരപ്രമുഖനായ ഒരു പണ്ഡിതനുണ്ട് അവിടെ. അയാളുടെ അടുത്ത് സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കണം, എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ അയാളെപ്പറ്റി, എൻ്റെ കൂട്ടുകാരനെ പറ്റി അങ്ങനെ പറഞ്ഞു പോയി, അത് തിരിച്ചെടുക്കാൻ എന്താണ് മാർഗം? പണ്ഡിതൻ പറഞ്ഞു, ഇനി തല വെച്ച് ഉറങ്ങണ തലയിണല്ലേ, അത് കൊണ്ടുപോവാ. അയാൾ തലയിണയുമായി വന്നു. എന്നിട്ട് പറഞ്ഞു, ആ കുന്നിൻ പുറത്തേക്ക് കയറൂ, ആ തലയിണ പൊട്ടിച്ചുകൊണ്ട് അതിലുള്ള പഞ്ഞിപ്പീലികളൊക്കെ കാറ്റിൽ ഊതിപ്പറപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാറി പറന്നു പോയ ആ പഞ്ഞികൾ, ആ തൂവലുകൾ തിരിച്ച് ഈ തലയിണയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അയാൾ ശ്രമിച്ചു, കുന്നിൻ പുറത്ത് കയറി. പക്ഷേ എല്ലാം അയാൾ ചെയ്തെങ്കിലും തിരിച്ചെടുക്കാൻ, അവിടെയും ഇവിടെയും ഛിന്നഭിന്നമായി കിടക്കുന്ന ഈ പീലികൾ, ഈ പഞ്ഞികൾ തിരിച്ചെടുക്കാൻ അയാൾ എത്ര ശ്രമിച്ചിട്ടും സാധിക്കില്ല. അയാൾ തിരിച്ച് ആ പൗരപ്രമുഖനായ പണ്ഡിതന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരിക്കലും സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് വാക്ക്, ഇത് തന്നെയാണ് വാക്ക്. നാവിൻ തുമ്പത്ത് നിന്ന് പുറത്തു പോകുന്ന ഒരു വാക്ക് വില്ലിലുള്ള അമ്പ് പോലെയാണ്. ആ അമ്പ് അതങ്ങ് പുറത്തു പോയാൽ പിന്നെ വില്ലിലേക്ക് അത് തിരിച്ചു വരില്ല. ഒന്നിൽക്കൽ ആ അമ്പ് പോയി ഒരു ഉപകാരം ചെയ്തേക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുറിവ് പറ്റിച്ചേക്കാം. ഇതാണ് അമ്പിന്റെ സ്ഥിതി. ഇതേപോലെയാണ് നാവിൻ തുമ്പത്തുനിന്ന് വരുന്ന ഒരു വാക്ക്. നോക്കൂ നിങ്ങൾ, ഒരു മലയാള കവി അതിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഭാഷയിൽ, വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: നാവെന്നൊരു ചെറിയ തീപ്പൊരി, നന്മക്കും തിന്മക്കും വഴി തുറക്കും, ഒരു വാക്ക് ഹൃദയം പൂക്കുമെങ്കിൽ
മറ്റൊരു വാക്ക് ലോകം കത്തിക്കും. കാറ്റിലൊഴുകും കള്ളവാർത്ത കാണാത്ത വിഷം പോലെ പടരും. സത്യത്തിന്റെ ശബ്ദം മങ്ങുമ്പോൾ അന്യായം നിഴലായി നിൽക്കും. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമായ ഭാഷയിലാണ് നമ്മുടെയൊക്കെ നാവിൻ തുമ്പത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആ വാക്കിനെ സംബന്ധിച്ച് അയാൾ വർണ്ണിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നാവ് എന്നത് മഹാ അനുഗ്രഹമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതൊരു ചെറിയ അവയവമാണെങ്കിലും വലിയ ആപത്താണ് അതുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നാം ഉച്ചരിക്കുന്ന ഒരു വാക്കും, ഉരുവിടുന്ന ഒരു വാക്കും തന്നെ ഇല്ല, അത് രേഖപ്പെടുത്തുന്ന മലക്കുകൾ, തയ്യാറായി നിൽക്കുന്ന മലക്കുകൾ ഉണ്ട്. മഹതിയായ ആയിഷാ ബീവിയെ പറ്റി ആളുകൾ പുരാതി പറഞ്ഞപ്പോൾ, അഭ്യൂഹം പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്ന ആയത്ത് നോക്കൂ നിങ്ങൾ. ഇത് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഇകും മാ ലൈസ ലക്കും ബിഹി ഇൽം വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങളെ ആ കള്ളവാർത്ത, ആയിഷാ ബീവിയെ പറ്റിയുള്ള ഹദീസുൽ ഇഫ്ക്, ആ കള്ളവാർത്ത കേട്ടപ്പോ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അത് ഏറ്റുപറഞ്ഞു, നിങ്ങളുടെ വായ കൊണ്ട് അത് മൊഴിയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. നിങ്ങൾ നിസ്സാരമെന്ന് വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗുരുതരമായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ വാക്ക് നാവിൻ തുമ്പത്തുനിന്ന് പുറത്തുപോയി. വിശുദ്ധ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത് തലഖൗനഹു എന്ന ആ തഅബീറാണ്, ആ വാചകമാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ചിന്തിക്കാതെ മറ്റൊരാൾക്ക് ഞാൻ പറയുന്ന വാക്ക് യാതൊരു ചിന്തയും കൊടുക്കാതെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിനാണ്. നാം ചിന്തിച്ചതിന് ശേഷമേ ഒരു വാക്ക് മറ്റൊരാളോട് പറയാവൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യനെ കളവായിട്ട് അവൻ കേട്ടതൊക്കെ പറയുക എന്ന് അത് തന്നെ മതി അവൻ കള്ളനാവാൻ എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദല യതകല്ലമു ബിൽ കലിമത്തി ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫിന്നാരി 70 ഖരീഫ. ഒരു മനുഷ്യൻ അശ്രദ്ധനായി കൊണ്ടൊരു വാക്കുച്ചരിക്കും. ആ വാക്ക് 70 വസന്തകാലം തായോട്ട് നരകത്തിലേക്ക് ആ മനുഷ്യന് ആ വാക്ക് മൂലം അവൻ ആപതിക്കും എന്നുള്ളതാണ്. ആലോചിക്കൂ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവനാണെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് ഏറ്റവും നല്ലത് എന്നാ. നോക്കൂ നിങ്ങൾ, ഓരോ മനുഷ്യനും നേരം പുലരുമ്പോ അവന്റെ നാവ് അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ അസ്ബഹ ഇബ്നു ആദം, മനുഷ്യപുത്രൻ നേരം പുലർന്നാൽ ഫഇന്നല്ലാഹ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, വളരെ വിനയത്തോടു കൂടി മറ്റ് അവയവങ്ങളൊക്കെ നാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത്തഖില്ലാഹ ഫീനാ, നാവേ നീ ഞങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളായി തീരുന്ന നീ മൂലമാണ്. നീ നേരെ ചൊവ്വ നടന്നാൽ ഞങ്ങളും നേരെ ചൊവ്വ നടക്കും. നീ വക്രമായി വക്രവൽക്കരിച്ചാൽ ഞങ്ങളും തെറ്റായ വഴിയിലൂടെ പോകും. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നോക്കൂ നിങ്ങൾ സഹോദരന്മാർ, ഒരു കവി ഭാഷ. യഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽതഗന്നക ഇന്നഹു സുഅബാനു കം ഫിൽ മകാബിരി മിൻ ഖതീൽ ലിസാനിഹി കാനത് തഹാബു ലിഖാഉൽ അഖറാനു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിതയാണത്. ഓ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. കാരണം എന്താ? ആ നാവൊരു വിഷപ്പാമ്പാണ്. അത് നിന്നെ കൊത്താതിരിക്കട്ടെ. ആ നാവിന്റെ വിഷം ഏറ്റുകൊണ്ട് ഖബറിൽ കിടക്കുന്ന എത്ര സുഹൃത്തുക്കളാണ് ഇന്ന് മക്ബറയിലുള്ളത്. അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ആ നാവിനെ ഭയപ്പെടുന്നവരായിരുന്നു എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയും. അത്രയും അപകടം പിടിച്ച സംഗതിയാണ് നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇയ്യാകും വല്ലന്ന ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്. നാവ് കൊണ്ട് നമ്മൾ ഊഹങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഊഹിച്ച് പറയാൻ പാടില്ല. അത് ഏറ്റവും വലിയ കളവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനവിഭാഗത്തെ പറ്റി പറയുകയാണ്. അവരുടെ സ്വഭാവം മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
അവരിങ്ങനെ പറയും, എന്താണ്? ജഅമു കദാ വയഖൂലൂന കദാ, ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നു, ആ നാട്ടുകാരൊക്കെ ഇങ്ങനെ വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വർത്തമാനത്തിന്, അവരുടെ അഖ്ബാറിന് മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരില്ലാത്തത് ഇങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത് അവർ ഉപയോഗിക്കുന്ന ആ വാഹനം ഉണ്ടല്ലോ, അവര് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് വളരെ മോശമായ വാഹനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കണ കാണാം. ഇമാം സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിങ്ങൾക്ക് എങ്ങനെ കാണാം, ഒരു വലിയ സംഭവമാണ്. ആ സംഭവം ലോകത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പള്ളിയിൽ സഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ സഹാബത്തിലോട് തിരിഞ്ഞു നിന്ന് ചോദിക്കും, നിങ്ങളെങ്കിൽ ആരെങ്കിലും ഇന്നലെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് സഹാബികൾ പറഞ്ഞപ്പോ, ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുക്കുകയാണ്. എന്താണ് സ്വപ്നം? പ്രവാചകന്റെ സ്വപ്നം വഹിയാണ്. അങ്ങനെ ആ സുദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് 2 മലക്കുകൾ വരികയാണ്. ആ മലക്കുകൾ വന്നിട്ട് നബിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഒരുപാട് കാഴ്ചകൾ, മശാഹിദുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ ഹൃദയം കിടിലം കൊള്ളുന്ന രൂപത്തിലുള്ള, ഹൃദയത്തെ കുലുക്കിക്കളയുന്ന രൂപത്തിലുള്ള കാഴ്ചകളാണ്. ഒന്നാമതായി കണ്ടത് ഒരു മനുഷ്യൻ തന്റെ തലക്കിങ്ങനെ കല്ല് കൊണ്ടിങ്ങനെ തകർക്കപ്പെടുന്നുണ്ട്, കല്ലുകൊണ്ട് കുത്തി ഇങ്ങനെ തകർക്കപ്പെടുന്നുണ്ട്. കാരണം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഖുർആൻ അയാളുടെ ജീവിതത്തിലില്ല, പ്രായോഗിക ജീവിതത്തിലില്ല. ഹാഫിളാക്കിയിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്, അയാളുടെ മുമ്പിൽ ഖുർആനിന്റെ കോപ്പിയുണ്ട്, അയാൾ ഖുർആൻ ദർസിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ പഠിച്ച ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്താത്ത, നമസ്കാരത്തിൽ പോലും പാരായണം ചെയ്യാത്ത ആ മനുഷ്യനാണ് ആ രൂപത്തിൽ ശിക്ഷ ലഭിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ ഒരു കാഴ്ച കണ്ടത്, ഒരു ഇരുമ്പ് കൊക്ക കൊണ്ട് ഒരു മനുഷ്യൻ തന്റെ മൂക്കും അതേപോലെ തന്നെ കവിളുമൊക്കെ പിരടി വരെ ഇങ്ങനെ പിച്ചി ചീന്തുന്നുണ്ട്, കൊളത്തി വലിക്കുന്നുണ്ട്. അപ്പോ എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ സ്വഭാവം, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് അയാൾ പൊള്ളയായ കള്ളം പറയും. കള്ളം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു എന്നല്ല, ആ വാർത്ത ലോകത്തുടനീളം അങ്ങ് വ്യാപിക്കും. ഇന്നത്തെ ഫേക്ക് ന്യൂസ് പോലെ, അഭ്യൂഹങ്ങൾ പോലെ, സോഷ്യൽ മീഡിയയിലെ കള്ളങ്ങൾ പോലെ ആ എല്ലായിടത്തും അങ്ങോട്ട് പകർത്തും. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ശിക്ഷ എന്ന് പറയും. മൂന്നാമത്തെ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അടുപ്പ് പോലുള്ള കുഴിയിൽ നഗ്നരായി അവിടെ ഇങ്ങനെ കത്തിക്കപ്പെടുന്നു. കാരണം ചോദിച്ചപ്പോൾ അവര് ആണും പെണ്ണും അടങ്ങുന്ന വേശ്യാവൃത്തി നടക്കുന്ന ആളുകളാണ്. ആ രൂപത്തിൽ അവരെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള. നാലാമത്തെ ഒരു കാഴ്ച, രക്തം ഒഴുകുന്ന ഒരു നദിയിൽ ഒരാളിങ്ങനെ നീന്തിക്കളിക്കുന്നു. അയാളുടെ വായയിലേക്ക് കല്ലിങ്ങനെ തിരികെ കൊടുക്കുന്നുണ്ട് മറ്റൊരാൾ വന്നിട്ട്. കാരണം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അയാൾ പലിശ ഭുജിക്കുന്ന ആളായിരുന്നു. മറ്റൊരാൾ കണ്ടത് ഭീകര രൂപമുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നു. നബി കൊണ്ട് സ്വപ്നമാണ്. അപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണ് എന്ന് പറയുകയുണ്ടായി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു കാഴ്ച കണ്ടത്, മനോഹരമായ ഒരു തോട്ടം. ആ തോട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനും അയാളുടെ ചുറ്റും കുറെ കുട്ടികളുമുണ്ട്. ആ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ കുട്ടികൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ അവരുടെ ഫിത്രത്തിൽ തന്നെ അവർ മരിച്ചു പോയതാണ്. എന്നാൽ തെറ്റൊന്നും ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയില്ല, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയതാണ്. ആ കുഞ്ഞുങ്ങൾ ഇബ്രാഹിം നബിയുടെ ചുറ്റും ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ. മറ്റു ചില ആളുകൾ പകുതി തെറ്റ് ചെയ്തിട്ടുണ്ട്, പകുതി തിന്മയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം മൂലം ആ തെറ്റുകളൊക്കെ മാപ്പാക്കിക്കൊടുത്ത് അവരെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ഇടം കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഇത് ഞാൻ പറയുന്നതല്ല. മഹാനായ ഇമാം ബുഖാരി, മുസ്ലിം സമ്രത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹു നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിന്റെ ഉള്ളടക്കമാണ്. ഇവിടെ നമ്മുടെ വിഷയം, ആ നാവിൻ തുമ്പത്ത് നിന്ന് വരുന്ന വാക്ക് നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാം ചെയ്ത അമലുകളൊക്കെ ബാത്തിലാവാൻ ഈ നാവ് മതി സഹോദരന്മാരെ. അതുകൊണ്ട് നാം ഓരോരുത്തരും നാവിനെ സൂക്ഷിക്കുക.
അങ്ങനെ നാവിനെ സൂക്ഷിച്ച് നമ്മുടെ പരലോകം ശുദ്ധമാക്കുന്ന ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ നാവ് സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമാകുന്ന ആ നാവുള്ള ആളുകളുടെ കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ചിന്താവിഷയം. നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്നു. മലക്കുൽ മൗത്ത്, നമ്മളെ മരിപ്പിക്കാനുള്ള മലക്ക് നമ്മളെ സമീപിക്കുമ്പോൾ ഈ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ ഖുർആനിന്റെ അനുയായിയാണോ നാം? അതല്ല, ഖുർആൻ മേശപ്പുറത്ത് വെച്ച് ആ ഖുർആനിനെ ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം? ഒരു നല്ല മഹത്തായ അനുഗ്രഹമായ നാവ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നാവ് കൊണ്ട് നാം സത്യമാണോ പറയുന്നത്? അതല്ല, അസത്യം, അതിവ്, അഭ്യൂഹങ്ങൾ പറയുവാനാണോ നാം ഉപയോഗിക്കുന്നത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ ശരീരം, ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനാണോ ആ നാവ് നാം ഉപയോഗിക്കുന്നത്? അതല്ല, പാപക്കറകളെ കൊണ്ട് അത് മുഴുക്കിക്കളയാനാണോ ആ നാവ് നാം ഉപയോഗിക്കുന്നത്? നമ്മുടെ സമ്പത്തുകൾ ധാരാളം അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഹലാലായ രൂപത്തിലാണോ നാം അത് ഉപയോഗിക്കുന്നത്? അതല്ല, കളവും സത്യവും ഒക്കെ കൂട്ടിക്കലർത്തിയ മിക്സായ രൂപത്തിലാണോ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ പറ്റി നാം മനസ്സിലാക്കി. അതുകൊണ്ട് സഹോദരന്മാർ, റബ്ബിന്റെ അനുഗ്രഹം, ആ നാവ് എന്ന അനുഗ്രഹം, അതുമൂലം സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ആ നാവിന്റെ തിന്മയിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ തമ്പുരാന്. സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ ഉസ്മാനിക്ക, അതേപോലെ തന്നെ ഹബീബിന്റെ മകൻ ഈ ഹനീൻ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നേരത്തെ മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, ഭാരവാഹികൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات. اللهم احفظ الكويت وأهلها من كل شيء ومكروه، واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم وفق أميرنا وولي عهده لما تحب وترضى، وخذ بنواصيهما للبر والتقوى. اللهم اغفر للمسلمين والمسلمات الأحياء منكم والأموات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك ومن جميع سخطك. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.